പുത്തൂര് തിരുവരായ്ക്കൽ ഭഗവതി ക്ഷേത്രം പാലക്കാട് പട്ടണത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഉത്സവം മാർച്ച് 20-ാം തീയതി കൊടിയേറ്റത്തോടുകൂടി ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് 10-ാം തീയതി ഏപ്രിൽ 10-ാം തീയതിയാണ് വേല. അതുവരയ്ക്കും ദിവസം സാംസ്കാരിക പരിപാടികൾ നടക്കുന്നുണ്ട്. ഏപ്രിൽ 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ സംഗീതോത്സവം എന്ന ഒരു പരിപാടിയുണ്ട്. അതില് പ്രഗത്ഭരായ ആൾക്കാരും നന്ദഗോവിന്ദം ഉൾപ്പെടെ ഉള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ക്ഷേത്ര കലകൾക്കും അനുഷ്ഠാന കലകൾക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ. പിന്നെ ഇതേമാതിരി സാംസ്കാരിക പരിപാടികളെല്ലാം തന്നെ കഥകളി മുതൽ എല്ലാ പരിപാടികൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ്. കേരളത്തിലെ പ്രഗത്ഭരായ മേളക്കാർ മുഴുവൻ ഇവിടെ വന്ന് കൊട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിലാണ് പാണ്ടിമേളം നടക്കാൻ പോകുന്നുണ്ട്. 11 ആനകളും കുടമാറ്റവും എല്ലാം നടക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ക്ഷേത്രം വളരെ വിപുലീകരിക്കുന്നുണ്ടായിരുന്നു. കോടികൾ ചെലവാക്കിയിട്ടുള്ള ഒരു ഗജഗോപുരം മുൻഭാഗത്തും ചുറ്റും തീവേലിപ്പുരയും പണിത് ഈ അമ്പലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ്. പാലക്കാടിന്റെ തന്നെ ഒരു ലാൻഡ്മാർക്കായിട്ട് പുത്തൂരമ്പലം മാറിയിട്ടുണ്ട്. മധുര മുരളിയുടെ സർവാടി മേമ രേഷ്മ
ഈ ചേച്ചി അനന്യ രശ്മി സജ്ജി കേട്ടല്ലോ കുറച്ചു കാലമായി അദ്ദേഹം യൂട്യൂബിലൂടെ ഈ സോപാന സംഗീതത്തെ വരും തലമുറയ്ക്ക് കാണാനും കേൾക്കാനും അതിനെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ ദൃശ്യ ശ്രാവ്യ രീതിയിൽ ആലേഖനം ചെയ്ത് അത് ലോകത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ അക്കാര്യങ്ങൾ സഹായിച്ചു പോരുന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ ഗോപികയുടെ ആ ഒരു സപ്പോർട്ട് അതെടുത്തു പറയാതെ വയ്യ. അതുകൂടി മണപ്പുള്ളിക്കാവ് ശേഖരിപുരത്തിൽ പോകുന്ന വഴിക്കുള്ള മണപ്പുള്ളിക്കാവ് അവിടുത്തെ ഭരണസമിതി അംഗങ്ങളെല്ലാവരും നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ വന്ന് പ്രാക്ടീസ് ചെയ്തോളൂ, ശബ്ദം ഞങ്ങൾക്കൊരു വിഷയമല്ല എന്നുള്ള ഒരു ധൈര്യം ഈ റിഹേഴ്സലിന് വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഉണ്ടായിരുന്നു. അത് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഇത്രയും കാലത്തുള്ള ഇത്രയും പ്രാക്ടീസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ടായ ആ ഒരു എല്ലാവരുടെയും ശ്രമം ആ ഒരു പ്രാക്ടീസിൽ മാത്രമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് എന്താ പറയുക, ശ്രവിച്ച ഭക്തജനങ്ങൾ, ഞങ്ങളെ സ്ഥലം തന്നെ സഹായിച്ച ഭരണസമിതി അംഗങ്ങൾ, ഭഗവതി ക്ഷേത്രത്തിലെ ഭാരവാഹികൾ എല്ലാവർക്കും 1000 നന്ദി, നമസ്കാരം.